ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എന്റെ കുഞ്ഞുണ്ണി ഇങ്ങനെ ഇപ്പൊ പാവത്താനെ പോലെ കിടപ്പുണ്ട്. പക്ഷെ ആക്ച്വലി നല്ല അലമ്പായിരുന്നു. ഇന്ന് വീട്ടില് ആരുമില്ല എന്നറിഞ്ഞപ്പോ ഇവൻ സ്പെഷ്യൽ അലമ്പുണ്ടാക്കാൻ തുടങ്ങി. ഇത് പിള്ളേരുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു. വട്ട് എവർ, ഇവന്റെ കൂടെ തന്നെ ഇനി കുറച്ചേരം ഇരിക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് വ്ളോഗ് എടുക്കാന്ന് വെച്ചു. അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പൈസേനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞു, മണി ഈസ് നോട്ട് എവറിത്തിങ്, മണി കനോട്ട് ബൈ എവറിത്തിങ്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, മണി കനോട്ട് ബൈ എവറിത്തിങ്. എവറിത്തിങ് എന്ന് ഉദ്ദേശിക്കുന്ന ലൈഫ് മാത്രമാണ്, പിന്നെ ചില റിലേഷൻസ് മാത്രമാണ്. അതൊന്നും ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. ബട്ട് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. എത്ര നോക്കിയാലും നമ്മൾ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ആ കാര്യം ഡിനൈ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചെറുപ്പം മുതലേ ഒരു കാര്യം പറഞ്ഞു വളർത്തുന്നുണ്ട്. എന്നെയൊക്കെ വളർത്തിയേക്കുന്നത് അങ്ങനെയാണ്. മണി അല്ല എല്ലാം, മണി കനോട്ട് ബൈ ഹാപ്പിനെസ്, യു ഷുഡ് നോട്ട് റൺ ആഫ്റ്റർ മണി എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാജുവലി വലുതായി സ്വന്തമായിട്ട് ഇൻകം ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പം, മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മണിയാണ് ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്ന കാര്യം. ഈവൻ ഒരു ഫാമിലി തന്നെ, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ തന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെ ഒരു സമാധാനം ഇല്ല, അവിടെ ഹാപ്പിനെസ് ഇല്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ അവർ രണ്ടുപേരും ഫിനാൻഷ്യലി ഫ്രീ ആണെങ്കിൽ അവിടെ വേറൊരു ലെവൽ സമാധാനം തന്നെയാണ്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോ മണി കനോട്ട് ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഈ മണിയുടെ പുറകെ ഓടുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിന്റെ അവസ്ഥ തന്നെ കാണുമ്പോൾ പല വീട്ടുകളിലും ആൾക്കാർ പുറത്താണ്. UK, അമേരിക്ക, അങ്ങനെ ഓരോ വിദേശ രാജ്യങ്ങളിലാണ്. അതെന്തുകൊണ്ട്? ഈവൻ അവരുടെ മക്കളെ വരെ വിട്ട് അവര് വെളിയിലാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാല് പൈസ തന്നെയാണ്. അവർക്ക് ഇവിടെ നിന്നാല് അവർക്ക് ആ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫിൽ ആ കംഫർട്ട് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് കിട്ടത്തില്ല. അപ്പൊ അവർ ആ കംഫർട്ടും ആ ഹാപ്പിനെസ് തേടി തന്നെയാണ് അവര് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത് തന്നെ. അപ്പം അവിടെ മണി തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അപ്പോൾ ഞാൻ ഭയങ്കര ഡല്ലായിരിക്കുന്ന അവസ്ഥയിലും എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പം എനിക്കൊരു ഫ്രീഡം, ഒരു മൈൻഡിലൊരു പീസ് അനുഭവപ്പെടാറുണ്ട് പൈസ ഉണ്ടെങ്കിൽ. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ കുറെ പൈസ ചെലവാക്കി കേട്ടോ. ആ ഒരു സ്ട്രെസ് വരുമ്പം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുകയും അതേപോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം എനിക്കൊരു സെൻസ് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ആ സ്ട്രെസ് കുറെ ഒരു ലിമിറ്റ് വരെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ മണി കനോട്ട് ബൈ ഹാപ്പിനെസ് അല്ല, പൈസ എല്ലാം അല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നേരെ തിരിച്ചേ ഉള്ളൂ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. നിങ്ങൾക്കൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് വേണോ? അപ്പൊ അവിടെ മണി തന്നെ വേണം. നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു കംഫർട്ട് വേണം, മണി വേണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം വേണോ? അതിനും മണി വേണം. അല്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തത്തിനെ പറ്റി പോലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കംഫർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ കുട്ടികളെ നമ്മളെല്ലാം അറിയിച്ച് തന്നെ വളർത്തണം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പക്ഷെ സ്റ്റിൽ അവർക്ക് ഒരു നല്ല ലൈഫ് കൊടുക്കണമെങ്കിൽ നമുക്ക് പൈസ തന്നെ വേണം. അതേപോലെ നമ്മുടെ പാരന്റ്സിന്, സ്പെഷ്യലി പെൺപിള്ളാരുടെ പാരന്റ്സിന്, അവര് നല്ല രീതിയിലൊന്ന് സ്റ്റാൻഡ് ആക്കണം, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ലൈഫ് കൊടുക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. പെൺകുട്ടികളുടെ കയ്യിൽ പൈസ വേണം. നോ എന്ന് പറയാൻ പറ്റുമോ? ഭർത്താവിനോട് നമ്മൾ എത്രത്തോളം പൈസ മേടിച്ച് അവർക്ക് കൊടുക്കും? അല്ലെങ്കിൽ എങ്ങനെ ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ അവരുടെ ലൈഫ് സെറ്റിൽ ആക്കാൻ പറ്റും? നമ്മളെ വളർത്തിയത് നമ്മുടെ പാരന്റ്സ് ആണ്. അപ്പൊ നമുക്ക് അവരോടും ഒരു എന്താ പറയാ, ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണം എന്നുള്ളൊരു ഒന്നും മിണ്ടാതിരിക്കുവോ പ്ലീസ്? കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുവോ? അപ്പൊ നമ്മുടെ പാരന്റ്സിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ?
അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ തന്നെ വേണം. അപ്പോ ഈ പൈസ വേണ്ട പൈസ എല്ലാമല്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ പൈസയുടെ പുറകെ തന്നെയാണ് അവരും പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ സൊസൈറ്റിയിൽ ഒരു നല്ല സ്റ്റാറ്റസ് വേണമെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് അഫ്കോഴ്സ് മണി വേണം. അപ്പൊ ആ കൂടെ തന്നെ നമ്മുടെ ലൈഫ് മണീന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. നമുക്ക് വേണ്ട റിലേഷൻഷിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആ കൂടെ തന്നെ നമ്മൾ മണി ഉണ്ടാക്കാൻ നല്ലപോലെ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ നമ്മുടെ ഇനി മുതൽ കുട്ടികളെ നമ്മൾ പറഞ്ഞു വളർത്തേണ്ടതെന്ന് വെച്ചാല് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, യു ഷുഡ് ബി ഫിനാൻഷ്യലി ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ വളർത്തണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. ബൈ.